8 മണിക്ക് വന്ന സീരിയലിനെടുത്ത് റേറ്റിംഗ് ഉള്ള സീരിയലിനെടുത്ത് 10 മണിക്കാക്കി. 10 മണിക്ക് റേറ്റിംഗ് ഉണ്ടായിട്ട് അതെടുത്തിട്ട് വൈകുന്നേരം 6 മണിക്കാക്കി. 6 മണിയുടെ റേറ്റിംഗ് അറിയുന്നതിന് മുന്നേ തന്നെ അവരെടുത്ത് 1:30-ക്കാക്കി. അവർ നിൽക്കുകയാണ്. ഞാൻ കാണുന്ന ഒന്ന് ഗീതാ ഗോവിന്ദ. നമ്മൾ കാണുന്ന ഒരു സാധനമാണത്. അവാർഡ് കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സാർ കാണാറുണ്ടോ? എല്ലാ ദിവസവും കൃത്യമായിട്ടാണ്. കച്ചവടമല്ല, അങ്ങനെയല്ല. ഏഷ്യാനെറ്റിൽ നിന്നൊക്കെ ആ സീരിയലിന്റെ ടൈം മാറ്റി. ഇപ്പൊ റേറ്റിംഗ് ഇല്ലെങ്കിൽ ആ സീരിയൽ മാറ്റിക്കൊണ്ട് അവർ നിൽക്കുകയാണ്. ഞാൻ കാണുന്ന ഒന്ന് ഗീതാ ഗോവിന്ദ, മറ്റൊന്ന് അതിനോട് ചേർന്ന് വരുന്ന ചെമ്പരത്തി പൂവെന്നോ മറ്റു പറയുന്ന രണ്ട് സീരിയലും കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് കിട്ടിയൊരു അവാർഡാണിത്. സത്യമാണ്, ഒരു കോംപ്ലിമെന്റ്. കാരണം സാറിനെ പോലെ തിരക്കുള്ള ഒരാൾ കൃത്യമായി ഇപ്പം മറ്റേ ഇതിൽ കൂടെ വരുന്നുണ്ട്, നിങ്ങളുടെ ഈ ഹോട്ട്സ്റ്റാറിൽ കൂടെ വരുന്നുണ്ട്. നമുക്ക് നിങ്ങളുടെ സമയം ഇതിലേക്ക് ഏഷ്യാനെറ്റിന്റെ സമയം നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഏഷ്യാനെറ്റിൽ അത് കണ്ടാലാണ് നമുക്ക് റേറ്റിംഗ് കിട്ടുന്നത്. ഹോട്ട്സ്റ്റാറിൽ കണ്ട് നമുക്ക് റേറ്റിംഗ് കിട്ടില്ല. ഇത് ആക്ച്വലി 8 മണിക്ക് വന്ന സീരിയലിനെടുത്ത് റേറ്റിംഗ് ഉള്ള സീരിയലിനെടുത്ത് 10 മണിക്കാക്കി. 10 മണിക്ക് റേറ്റിംഗ് ഉണ്ടായിട്ട് അതെടുത്തിട്ട് വൈകുന്നേരം 6 മണിക്കാക്കി. 6 മണിയുടെ റേറ്റിംഗ് അറിയുന്നതിന് മുന്നേ തന്നെ അവരെടുത്ത് 1:30-ക്കാക്കി. അപ്പം എനിക്കൊരു പേടിയില്ല, കാരണം നമ്മൾക്ക് കിട്ടേണ്ട വർക്കേ കിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു മൈലേജാണ് എൻ്റെ ക്യാരക്ടർ. കാരണം അതെനിക്ക് കിട്ടിയ വലിയൊരു, സാറിനെ പോലെ ഒരു തിരക്കുള്ള ഒരാൾ ഇത്രയും ആവശ്യമുള്ളപ്പം കൂടെ നടക്കുന്ന ഒരാൾ ഒന്നും കാണൂല. എന്താ പറയാ, എനിക്കറിയാം സേനൻ ചേട്ടൻ ഒരു വികാരവും അലട്ടുന്നില്ലെന്നുള്ളത്. സേനൻ ചേട്ടൻ ക്രിക്കറ്റ് അത് മാത്രമേ. പക്ഷെ ഇല്ല, എൻ്റെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ വിളിച്ചു പറഞ്ഞു മൈക്കുട്ടി നന്നായിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സാർ